ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലപ്പരിപ്പ് ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കടലപ്പരിപ്പ് ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തീയൊരളവിൽ ഒരു അര ടീസ്പൂൺ പോലും ഉണ്ടാവില്ല, വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. കാരണം പിന്നീട് നമുക്ക് താളിച്ച് ചേർക്കേണ്ടതാണ്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഇതുപോലെ ഒരു 1/4 കപ്പ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ കഴുകി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇത് സാരാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മാറിക്കോളും. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് വന്നിട്ട് നമ്മൾ പിൻഡ് കമൻ്റായിട്ട് വെച്ചിരിക്കാം. എല്ലാവരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് കണ്ടേക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങുന്നവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് കഴുകി തന്നെ ഒന്ന് ചേർക്കണം കേട്ടോ. കാരണം നമ്മുടെ കടലപ്പരിപ്പിൽ നല്ലതുപോലെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വേണം ചേർക്കാനായിട്ട്. നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തി വെക്കുന്നതിലും അതുപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി ചമ്മന്തിയൊക്കെ വെക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ചമ്മന്തി കിട്ടുന്നത്. എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിലുള്ള ചമ്മന്തി വെക്കുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചമ്മന്തിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കടല പായസം തയ്യാറാക്കാൻ വേണ്ടി വാങ്ങില്ലേ, ആ സെയിം പരിപ്പ് തന്നെയാണ്. ഇതുപോലെ ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടിയാണ്. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും കേട്ടോ. കുറച്ച് കുറവ് മതിയെങ്കിൽ കുറച്ച് കുറച്ചിട്ട് ആ ഒരു രീതിയിൽ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കണ്ട. ഇത് രണ്ടും കൂടി ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. ഈ ഒരളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ചൂടാക്കി കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അതായത് ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാൽ ശരി, ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മാക്സിമം നല്ലതുപോലെ തരിയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ശരി, പെട്ടെന്ന് പോയി ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കളയരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊടിഞ്ഞൊന്നും കിട്ടില്ല, അതുപോലെ നന്നായിട്ട് അരഞ്ഞും കിട്ടില്ല. അങ്ങനെ നല്ലതുപോലെ കട്ട തരിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാതെ വേണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് തേങ്ങയും കൂടി. ഒരല്പം ഇതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം തേങ്ങ എടുത്താൽ മതിയാവും. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് തേങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കുകയാണ് ഈ ഒരളവിൽ. ഇതിന്നൊരല്പം കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ തേങ്ങയുടെ പുറകു സൈഡിലുള്ള ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ അത് മാറ്റിയേ ഉള്ളൂ.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു അളവിന് കുറച്ച് പുളിയും കൂടിയാണ്. പുളി വന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം, നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിന് അതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ പുളി ചേർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരല്പം പുളിയും കൂടി. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടാനും അതുപോലെ നല്ല കട്ടി കിട്ടാനും മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടി. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത്. കാരണം നമ്മുടെ കടലപ്പരിപ്പ് വന്നിട്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചമ്മന്തി എല്ലാം ഞാൻ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ താളിപ്പും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ആ താളിപ്പിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നത് കേട്ടോ. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കുട്ടി കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വെണ്ണ വേണോ അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഒരല്പം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം മാത്രം കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ കായപ്പൊടിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. നമ്മുടെ സാധാരണ സാമ്പാർ കായം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും കൂടി. വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരല്പം ശർക്കര ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ശർക്കരയുടെ അളവ് കുറച്ച് കുറവ് മതിയെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചും കൂടി ചെറുതായിട്ട് ചേർക്കാം. പഞ്ചസാര ചേർക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ശർക്കരയെ കുറച്ച് മധുരമേ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശർക്കര ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരളവിൽ ശർക്കരയും കൂടി. ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കാരണം ഈ ചൂടിലിരുന്നിട്ട് പിന്നീട് നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് കളറ് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് നേരെ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ താളിപ്പിനെ ചെറുതായിട്ട് നമ്മുടെ ചമ്മന്തിയുടെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. കടലപ്പരിപ്പ് കൊണ്ട് ചമ്മന്തി നമ്മൾ അധികം വീട്ടിൽ തയ്യാറാക്കാറില്ല. പക്ഷേ ഇതുപോലൊരു കടലപ്പരിപ്പ് ചമ്മന്തി തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്ക് ഈ ചമ്മന്തി കിട്ടുന്നത്. ചമ്മന്തി പിന്നെ എന്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കണം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ദോശയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.